ആശ്രിതർക്കെന്നെന്നും ആലംബമേകിടും അന്തോണീസ് പുണ്യവാനേ. ആശ്രിതർക്കെന്നെന്നും ആലംബമേകിടും അന്തോണീസ് പുണ്യവാനേ. ആകുലവേളയിൽ അത്ഭുത ചെയ്തിയ പത്താണിയാകുപോലെ. ആകുലവേളയിൽ അത്ഭുത ചെയ്തിയ പത്താണിയാകുപോലെ. ഈശോമിശിഹായിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, വിശുദ്ധ അന്തോണീസ് പുണ്യവാളൻ്റെ മാധ്യസ്ഥം തേടി ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടിയും ദൈവത്തിൻ്റെ കാരുണ്യത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യുകയാണ്. 3 ആഴ്ച, 5 ആഴ്ച, 7 ആഴ്ച എന്ന നിലകളിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം വഴി ദൈവം ഒരുപാട് നന്മകളും കൃപകളും ചൊരിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചകളിൽ യൂട്യൂബ് കമൻറ്റ് ബോക്സിൽ പ്രാർത്ഥനാ നിയോഗങ്ങൾ എഴുതിയിട്ട് എല്ലാവരും ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. ആ വിശുദ്ധൻ്റെ മാധ്യസ്ഥം വഴി ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് നന്മകളും കൃപകളും ചൊരിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. സങ്കീർത്തന പുസ്തകം 32-ാം അധ്യായം 6 മുതലുള്ള തിരുവചനങ്ങൾ. സങ്കീർത്തന പുസ്തകം 32-ാം അധ്യായം 6 മുതലുള്ള തിരുവചനങ്ങൾ. ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ. കഷ്ടത കരകവിഞ്ഞൊഴുകിയാലും അതവനെ സമീപിക്കുകയില്ല. അവിടുന്ന് എൻ്റെ അഭയസങ്കേതമാണ്. അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു. രക്ഷ കൊണ്ട് എന്നെ പൊതിയുന്നു. സ്നേഹം നിറഞ്ഞവരെ, വചനം പറയാണ്, കഷ്ടതകൾ കരകവിഞ്ഞൊഴുകിയാലും, നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് കഷ്ടപ്പാടുകളും വേദനകളും സങ്കടങ്ങളുമെല്ലാം കരകവിഞ്ഞ് ഒഴുകിയാലും അത് നമ്മളെ സമീപിക്കുകയില്ല. പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിൽ വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നത്തിലൂടെയും പ്രതിസന്ധിയിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ തളർന്നു പോകുന്ന അവസരങ്ങളുണ്ട്. മുന്നോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിഗതികളുണ്ട്. മറ്റുള്ളവരെല്ലാം ഉപേക്ഷിച്ച് ഒറ്റപ്പെട്ടു പോകുന്ന അന്തരീക്ഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒന്നിനു പുറകെ മറ്റൊരു പ്രതിസന്ധികൾ വന്നുകൂടുന്ന അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. അറിഞ്ഞും അറിയാതെയും വരുന്ന തെറ്റിദ്ധാരണകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. നമ്മുടെ ഉള്ളിലും മറ്റുള്ളവരിലുമെല്ലാം നമ്മളെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചുമുള്ള തെറ്റിദ്ധാരണകൾ നിറഞ്ഞു കവിയുന്ന അനുഭവങ്ങളിലൂടെ വരുന്ന ജീവിത സാഹചര്യങ്ങൾ നമുക്കുണ്ട്. ഒന്നിനു പുറകെ മറ്റൊരു പ്രശ്നം, പ്രതിസന്ധിയൊക്കെ വന്ന് നിറയുന്ന സാഹചര്യങ്ങളുണ്ട്. എല്ലാറ്റിലും തളർച്ചയും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയും, ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, ഇനി ഇങ്ങനെ പ്രവർത്തിച്ചിട്ട് കാര്യമില്ല, ഇങ്ങനെ തന്നെ ഇരിക്കാം എന്ന നിരാശകൾ കടന്നു വരുന്ന ജീവിത സാഹചര്യങ്ങളുണ്ട്. ഒരിക്കലും പരിഹരിക്കാൻ പറ്റപ്പെടില്ല, ഒരിക്കലും പരിഹരിക്കാൻ പറ്റില്ലെന്ന് വിചാരിക്കുന്ന ഒരുപാട് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ട്. കുറേ പഠിച്ചു, നല്ല ജോലി കിട്ടുന്നില്ല, കുറേ പരിശ്രമിച്ചു, ജീവിതത്തിൽ നല്ലൊരു ദിശാബോധം കിട്ടുന്നില്ല എന്ന് വേദനിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെല്ലാവരെയും വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം തേടി നമുക്കിപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരുപാട് അവസരങ്ങളെ ഓർത്ത് വേദനിക്കുന്ന കുറേ ആളുകളുണ്ട്. ഇന്നലകളിൽ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു എന്ന് വിഷമിച്ച് ഇന്നലകളിലേക്ക് നോക്കിയിരിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ വചനം നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രതിസന്ധികളും പ്രശ്നങ്ങളും കരകവിഞ്ഞൊഴുകിയാലും അത് നമ്മളെ തൊടാത്ത രീതിയിൽ മാറ്റിവിടുന്ന അഭയസങ്കേതമായ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. ഇന്നലകളെക്കുറിച്ച് വിഷമിക്കാതെ ഇന്നും നാളെയുമൊക്കെ ദൈവം നമ്മളിലേക്ക് ചൊരിയുന്ന ഒരുപാട് അത്ഭുതങ്ങളിലേക്കും അടയാളങ്ങളിലേക്കും നന്മകളിലേക്കും നമുക്ക് നോക്കാം. ജീവിതത്തിലെ നഷ്ടബോധങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം വഴി നാളുകളിൽ ഇന്നുകളിൽ ദൈവം ചൊരിയാൻ പോകുന്ന നന്മകളിലേക്ക് നമുക്ക് നോക്കാം.
നമുക്ക് നഷ്ടപ്പെട്ടു പോയ എല്ലാ അവസരങ്ങളുണ്ട്, നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളുണ്ട്, നഷ്ടപ്പെട്ടു പോയ നല്ല സാഹചര്യങ്ങളുണ്ട്, നഷ്ടപ്പെട്ടു പോയ നല്ല കൂട്ടുകാരുണ്ട്, ബന്ധങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആ നഷ്ടങ്ങളെല്ലാം ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഒരു നന്മയാക്കി മാറ്റണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വീടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രേഖകൾ നഷ്ടപ്പെട്ടു പോയ ആൾക്കാരുണ്ട്. സ്വന്തം ജോലിയുമായി സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടു പോയ ആൾക്കാരുണ്ട്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില രേഖകൾ പണത്തിന് വേണ്ടി മറ്റു കാര്യങ്ങൾക്ക് മറ്റുള്ളവരെ കയ്യിൽ നമ്മൾ ഏൽപ്പിച്ചിട്ട് പോയ സാഹചര്യം, അതെല്ലാം നമുക്ക് സമർപ്പിച്ച് നിങ്ങളുടെ വീടിൻ്റെ ലോണുകൾ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വണ്ടിയുടെ ആർസികൾ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മളുമായി ബന്ധപ്പെട്ട് നമ്മൾ വില കൊടുക്കുന്ന കുറേ വസ്തുക്കൾ മറ്റുള്ളവരെ കരങ്ങളിലായിട്ടുണ്ട്. നല്ല രീതിയും അല്ലാതെയുമൊക്കെ അവരെ കരങ്ങളിലായിട്ടുണ്ട്. അതെല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥ തേടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ തിരിച്ചു കിട്ടില്ലെന്ന് നമ്മൾ പ്രതീക്ഷിച്ച ഒരുപാട് നന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കരകവിഞ്ഞൊഴുകുന്ന പ്രതിസന്ധിയിൽ വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥ തേടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കരകവിഞ്ഞൊഴുകുന്ന പ്രതിസന്ധിയിൽ വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥ തേടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമായ കർത്താവ്, നമ്മുടെ അഭയകേന്ദ്രമായ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടട്ടെ. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതവും നമ്മുടെ ജീവനെ എല്ലാം ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വിശുദ്ധ അന്തോണീസ് നല്ല ദിശാബോധം തന്ന് നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കട്ടെ. പഠനമൊക്കെ കഴിഞ്ഞ് നല്ലൊരു ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന എല്ലാ യുവാക്കന്മാരെ സമർപ്പിച്ച് നല്ലൊരു ദിശാബോധം തന്ന്, ദൈവികമായൊരു ദിശാബോധം തന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥന. കരകവിഞ്ഞൊഴുകുന്ന പ്രശ്നങ്ങളുടെ പ്രതിസന്ധികളെ കടന്നു പോകുന്ന നിങ്ങളുടെ യുവത്വത്തിലേക്ക് ദൈവമായ കർത്താവ് നന്മകൾ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരകവിഞ്ഞൊഴുകുന്ന നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും അഭയകേന്ദ്രമായ കർത്താവ് ഒരുപാട് ജീവിതത്തിൽ നന്മകൾ ചൊരിയട്ടെ. നമുക്കെല്ലാവർക്കും വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥ തേടി പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതങ്ങളെ മുഴുവൻ ദൈവമായ കർത്താവ് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിലുള്ള തെറ്റിദ്ധാരണകൾ മാറ്റണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അന്ധകാരങ്ങൾ മാറ്റി ദൈവവചനത്തിൻ്റെ പ്രകാശം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഒരുപാട് വേദനയിലും കഷ്ടപ്പെടലും മുറിവുകളിലുമൊക്കെ ആയിരിക്കുന്ന എല്ലാ മനുഷ്യരെയും നമുക്ക് സമർപ്പിച്ച് മറ്റുള്ളവർ പറയാൻ പറ്റാത്ത രീതിയിൽ ആന്തരികമായ വേദന അനുഭവിക്കുന്ന എല്ലാ മനുഷ്യരെയും വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥ തേടി പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ജീവിതത്തിലേക്ക് ദൈവമായ കർത്താവിൻ്റെ ഇടപെടൽ ഉണ്ടാകട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ദിശാബോധം തന്ന ദൈവം നിങ്ങളുടെ ജീവിതത്തെ പണിതുയർത്തട്ടെ. ഇന്നലകളിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതിനെ ഇന്നുകളിൽ അല്ലെങ്കിൽ നാളുകളിൽ ദൈവം ഒരു നേട്ടമായി, ഒരു നന്മയായി മാറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കരകവിഞ്ഞൊഴുകുന്ന നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ അഭയകേന്ദ്രമായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥ തേടി പ്രത്യേകമായി നല്ലൊരു പഠന മേഖലയ്ക്ക് വേണ്ടി, നല്ല ദിശാബോധത്തിന്, നല്ല ജോലിക്ക് വേണ്ടി, നല്ല കരിയറിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം വഴി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവമായ കർത്താവിൻ്റെ ഒരു പ്രകാശം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് നമുക്കെല്ലാവർക്കും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ഉണ്ണീശോയുടെ വിശ്വസ്ത സ്നേഹിതനായ വിശുദ്ധ അന്തോണീസേ, എനിക്ക് എൻ്റെ മക്കൾക്ക് ജീവിതത്തിൽ ദിശാബോധം നൽകി അനുഗ്രഹിക്കണമേ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സമയത്ത് പ്രാർത്ഥനയോടെ എന്നെക്കുറിച്ചുള്ള ദൈവഹിതം അറിയുവാനും നല്ല പഠന മേഖല, ജോലി മേഖല തിരഞ്ഞെടുക്കുവാനും എന്നെ സഹായിക്കണമേ. നമുക്ക് മൗനമായി നമ്മുടെ എല്ലാവിധ പ്രാർത്ഥനകളും നിയോഗങ്ങളും നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വില ഉണ്ടെന്ന് വിചാരിച്ച ചില ആളുകൾ, ചില കാര്യങ്ങൾ, ചില വസ്തുക്കളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെയുള്ള നിയോഗങ്ങൾ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടേതായിട്ട് പ്രധാനപ്പെട്ട ചില രേഖകളും ചില കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ കയ്യിൽ പണത്തിൻ്റെ പേരിലും മറ്റു കാര്യങ്ങളുടെ പേരിലും ആയിപ്പോയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കടമായി കൊടുത്ത പൈസ, ജോലിക്ക് വേണ്ടി കൊടുത്ത പൈസ, ചില കാര്യങ്ങൾക്ക് വേണ്ടി കൊടുത്ത പൈസയൊക്കെ തിരിച്ചു കിട്ടാത്ത അവസ്ഥയിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. അതെല്ലാം നമുക്ക് തിരിച്ചു കിട്ടുവാൻ വേണ്ടി ഇപ്പോൾ നമുക്ക് മാധ്യസ്ഥം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് അങ്ങേ മാധ്യസ്ഥം വഴി ഞങ്ങൾക്ക് നേടിത്തരണമേ. ആമേൻ. ഈ നിയോഗങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക ക്രമീകരണങ്ങൾ
ഞങ്ങളുടെ ജീവിതത്തിൽ നടത്തി തരണമേ. ജീവിത ക്ലേശങ്ങളെ പ്രശാന്തതയോടെ നേരിടുവാനും പാപത്തിൽ അകപ്പെടാതെ നല്ല ജീവിതം നയിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേ. സ്നേഹം നിറഞ്ഞവരെ, നല്ലൊരു സായങ്കാലവും നല്ലൊരു രാത്രിയും നിങ്ങൾക്ക് നേരുക. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവരും ഓർക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ആൾക്കാരെ ഓർക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാളുകളിൽ നിങ്ങൾക്ക് നല്ല ഒരു ജോലിക്ക് വേണ്ടി പോകാൻ ഇടയാകട്ടെ. നാളെ നിങ്ങൾക്ക് നല്ലൊരു പ്രാർത്ഥനാ ജീവിതം തന്ന ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നല്ല യാത്ര ചെയ്യുവാൻ വേണ്ടി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നല്ല സ്വപ്നങ്ങൾ തന്ന് ദൈവം നിങ്ങളെ ഈ സായങ്കാലത്ത് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ രാവിലെ 5:30 പ്രാർത്ഥനയിൽ നമുക്കെല്ലാവർക്കും ഡെയിലി ബ്ലെസ്സിങ് നമുക്ക് കണ്ടുമുട്ടാം. ദൈവം നമ്മളെ പൊതിഞ്ഞു സൂക്ഷിക്കട്ടെ. നമ്മളെ കണ്ണുകളെ കണ്ണുനീരിൽ നിന്നും കാലുകളെ വീഴ്ചയിൽ നിന്നും ജീവനെ മരണത്തിൽ നിന്നും ദൈവം സംരക്ഷിക്കട്ടെ. ആമേൻ.